ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനു പറഞ്ഞു. മാഡം, ആ ന്യൂസ് ചാനൽ ഒന്ന് വെക്കാവോ? എന്താ അനു, എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണോ? യെസ്, സംതിങ് സീരിയസ്. എന്തടി? ന്യൂസ് ചാനൽ വെക്കാൻ പറഞ്ഞു. റിമോട്ട് എന്ത് ചെയ്യാൻ? ദാ അവിടെ. കേരള പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ സ്പിരിറ്റ് വേട്ടയിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനിയുടെ ഹസ്ബൻഡായ വിഷ്ണുവിന്റെ സഹായിയും ലോറി ക്ലീനറുമായ കമലൻ അറസ്റ്റിൽ. അയ്യോ, ഫ്രൂട്ട്സ് കയറ്റിയ ലോറിയിൽ 2 കന്നാസുകളായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ലോറിയിൽ നിന്ന് തന്നെ കണ്ടെത്തി. ലോറിയുടെ ഡ്രൈവറും ജില്ലാ കളക്ടറുടെ ഭർത്താവുമായ വിഷ്ണു എക്സൈസിനും പോലീസിനും പിടികൊടുക്കാതെ ഓടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ മോളെ ഈ കാണാൻ കേക്കൊക്കെ ചെയ്യുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാനും ആ ഒരു അവസ്ഥയിൽ തന്നെ അമ്മ. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല. ഈശ്വര, ഈശ്വര, വിഷ്ണുവേട്ടൻ ഇതിപ്പോ എവിടെയാ? ഇതിപ്പോ കിട്ടുന്നില്ലല്ലോ. ഇതാരോ നമ്മുടെ വിഷ്ണുവിന് മനഃപൂർവ്വം കുടുക്കിയതാ മോളെ. ആരോ ചതിച്ചതാ. ഇതിപ്പോ എങ്ങനെയായാലും എന്താ, ഒളിച്ചു നടക്കേണ്ട അവസ്ഥ വന്നില്ലേ? ഇനിയിപ്പം സോഷ്യൽ മീഡിയ എന്തൊക്കെയാ പറഞ്ഞൊപ്പിക്കാൻ പോകുന്നതെന്നും അറിയില്ല. ഇതിലിപ്പോ ഒരു സത്യമില്ലെന്ന് നമ്മൾ പറയുന്നത് പോലെ അല്ലല്ലോ അവര് പറയുന്നത്. അവര് കൊല വിളിക്കും. പോലീസിന്റെ എക്സൈസിന്റെ കണ്ണുവെട്ടിച്ച് ഒരു തികഞ്ഞ സ്പിരിറ്റ് കടത്തുകാരന്റെ മെയ്വഴക്കത്തോടുകൂടി ഓടുന്ന വിഷ്ണു ഇതൊരു നിത്യതൊഴിൽ അഭ്യാസം പോലെ കൊണ്ടു നടക്കുന്ന ആളാണെന്നാണ് പോലീസിന്റെ സൈഡിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പലനാൾ കട്ടാൽ ഒരു നാൾ പിടിയിലാകുമെന്നും കുറെ അധികം നാളുകളായി വിഷ്ണു പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലായിരുന്നുവെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ചന്ദ്രബോസ് ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞു. ആ, ചന്ദ്രബോസ് അയാളാവും ഇതിന്റെയൊക്കെ പിന്നിലല്ലേ? പക്ഷെ ഇതിപ്പോ തെളിയിക്കാൻ നമ്മുടെ ഒന്നും ഇല്ലല്ലോ. ഈശ്വര, ഇത് ലോറിയും ഇപ്പൊ കമലിനെ പിടിച്ച സ്ഥിതിക്ക് വിഷ്ണുവേട്ടൻ സറണ്ടർ ആവാതെ വേറെ വഴിയില്ല. ഓ എന്റെ ഈശ്വര. മാഡം, ഞാൻ സി ചാനലിന്റെ ന്യൂസ് സെക്ഷനിൽ നിന്നാണ്. ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഉള്ള കാര്യം മാഡത്തിന് നേരത്തെ അറിയായിരുന്നോ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു നീക്കം ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതിനുവേണ്ടി എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ഒരു വാർത്ത കേട്ടതിന്റെ ഷോക്കിൽ തന്നെയാ ഞാനും. നിങ്ങളെപ്പോലെ എനിക്കും ഈ സംഭവത്തെക്കുറിച്ച് കാര്യമായിട്ട് ഒരു അറിവുമില്ല. എന്താ നടന്നെന്ന് ഞാനൊന്ന് അന്വേഷിച്ചറിയട്ടെ. മാഡം, ഹലോ. ഒരു തെറ്റും ചെയ്യാത്തവരെ കൊലക്കയറിലേക്ക് തള്ളിവിടാൻ വേറെ ആരും വേണ്ട. മോള്, നമ്മുടെ ഇവിടുത്തെ സമൂഹം തന്നെ മതിയമ്മ. മറ്റുള്ളവരുടെ വേദന വിറ്റ് കാശാക്കാൻ ചാനലുകൾ തമ്മിൽ മത്സരിക്കുക. ഈ വിഷ്ണുവേട്ടൻ ഇതെവിടെയാ? ഫോൺ സ്വിച്ച് ഓഫ്.